വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. യേശു അവിടെ നിന്നും നടന്നു നീങ്ങവേ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. യേശു അവൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും വന്ന് അവനോട് ശിഷ്യന്മാരോടും കൂടി ഭക്ഷണത്തിനിരുന്നു. ഫരിസേയർ ഇത് കണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടി ഭക്ഷിക്കുന്നത് എന്തുകൊണ്ട്? ഇത് കേട്ട് അവൻ പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കുവാനല്ല, പാപികളെ വിളിക്കുവാനാണ്. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ചുങ്കസ്ഥലത്ത് ഇരുന്ന മത്തായി തന്നെയാണ് 12 അപ്പോസ്തലന്മാരുടെ പട്ടികയിൽ പേരുള്ള മത്തായി ശ്ലീഹ. അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ചുങ്കക്കാരിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോസ്തലനായിരിക്കുവാനുള്ള യോഗ്യതയും അയോഗ്യതയും അയാൾ ചുങ്കക്കാരനായിരുന്നു എന്നുള്ളതാണ്. സ്വന്തം വിളിയെക്കുറിച്ച് തന്നെയാണ് ഇവിടെ മത്തായി ശ്ലീഹ വിവരിക്കുന്നത്. ലൂക്കോസ് സുവിശേഷകനും മർക്കോസും ലേവി എന്ന പേരിലാണ് മത്തായിയെ വിവരിക്കുന്നത്. ചുങ്കം പിരിവുകൾ നിർവഹിക്കുവാൻ കൽപ്പിക്കപ്പെട്ട ഒരു വിഭാഗം ആളുകളായിരുന്നു വിദേശികൾക്ക് വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരുന്ന ചുങ്കം പിരിക്കുന്ന ആളുകൾ. യഹൂദ മത ആചാരപ്രകാരം അവർക്ക് സമൂഹത്തിൽ പാപികളോടും അതേപോലെ കള്ളന്മാരോടും കൊള്ളക്കാരോടും കൊലയാളികളോടുമുള്ള ഒരു സ്ഥാനമാണ് കൊടുത്തിരുന്നത്. കാരണം അവർ വിദേശികളായിരുന്നു, വിദേശികൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകളാണ്. ചുങ്കം പിരിക്കുമ്പോൾ വിദേശ രാജ്യത്തിനു വേണ്ടി, പ്രത്യേകിച്ച് റോമൻ രാജ്യത്തിനു വേണ്ടി പിരിവ് നടത്തി റോമൻ ഭരണകൂടത്തെ സഹായിക്കുക, അതുവഴിയായി അവർക്ക് ലഭിക്കേണ്ടതായ ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ട് സന്തോഷമായി ജീവിക്കുക എന്നുള്ളതാണ് ചുങ്കം പിരിക്കുന്ന ആ ജോലിയിൽ ഏർപ്പെട്ടിരുന്നവർക്ക് കൊടുക്കപ്പെട്ടിരുന്ന ദൗത്യം. അവർ വെറുക്കപ്പെട്ടവരായി, വിദേശികളായി, അവർക്ക് ജോലി ചെയ്യുന്നവരായി ഒക്കെ അറിയപ്പെട്ടിരുന്ന ഒരു പശ്ചാത്തലം. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കടമകൾ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ അത് നീതിയുക്തമായിട്ട് ഒരുപക്ഷെ നിർവഹിക്കുവാൻ സാധിച്ചിരുന്നില്ല. അതിൽ നിന്നും എന്ത് ലാഭം തങ്ങൾക്ക് ലഭിക്കും എന്നുകൂടി ചിന്തിച്ചുകൊണ്ട് ജീവിച്ചതിനാൽ അവരെ പാപികളായും ജനം മുദ്രകുത്തിയിരുന്നു. അതുകൊണ്ടാണ് ചുങ്കക്കാരും പാപികളും എന്ന് അവരെ ഒന്നിച്ച് ചേർത്ത് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് കഫർനഹോമിലാണ്. സിനഗോഗിൽ ഇവർക്ക് പ്രവേശനമില്ല, അവരെ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. പ്രാർത്ഥനാലയമാണ്, യഹൂദരുടെ പ്രാർത്ഥനാലയമാണ് സിനഗോഗ്. അവിടെ ചുങ്കക്കാർക്ക് സ്ഥാനമില്ല. അങ്ങനെയുള്ള ഒരു
ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന, സമൂഹത്തിൽ സ്ഥാനമൊന്നുമില്ലാതിരുന്ന, പാപികളോട് ഐക്യപ്പെടുത്തിയിരുന്ന മത്തായിയെ വിളിക്കുകയാണ്. മത്തായിയെ വിളിക്കുമ്പോൾ ആ വിളിയുടെ മാനദണ്ഡം എന്താണ്? നീ എന്നെ അനുഗമിക്കുക. ഈ വിവരണത്തിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമായിട്ടുണ്ട്. ഒന്ന്, തന്നെ അനുഗമിക്കുവാൻ യേശു ചുങ്കക്കാരൻ മത്തായിയെ വിളിക്കുന്നു. അപ്പോൾ യേശു ഒരു യഹൂദൻ എന്നുള്ള നിലയിൽ യഹൂദരും ചുങ്കക്കാരും പാപികളുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്ന് അവരുടെ നിയമം അനുശാസിക്കുമ്പോൾ യേശു ചുങ്കക്കാരൻ മത്തായിയെ വിളിക്കുകയാണ്. ഒരു പബ്ലിക്കാനി എന്ന പേരിൽ റോമൻ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പിരിവുകാരൻ എന്നുള്ള നിലയിൽ തൻ്റെ കടമകൾ നിറവേറ്റിക്കൊണ്ടിരുന്ന മത്തായിയെ യേശു തമ്പുരാൻ വിളിക്കുന്നത് തന്നെ അനുഗമിക്കുവാനാണ്. അപ്പോൾ യേശുവിന് ഈ മനുഷ്യനെയും ആവശ്യമുണ്ട്. ഇവൻ ചുങ്കക്കാരനാണ്, സമൂഹത്തിൽ സ്ഥാനമില്ലാത്തവനാണ്, പാപി എന്ന് അറിയപ്പെടുന്ന ഒരു കാറ്റഗറിയിൽ ചുങ്കക്കാരെയും ഉൾപ്പെടുത്തിയിരുന്ന പശ്ചാത്തലത്തിലാണ് യേശു ഈ മത്തായിയെ തൻ്റെ ജോലി നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിളിക്കുന്നത്. രണ്ടാമതായിട്ട്, ചുങ്കക്കാരോടും പാപികളോടും ഒത്ത് സഹവസിക്കുന്ന ഒരു യേശുവിനെ നാം അവിടെ കണ്ടെത്തുകയാണ്. അത് പാടില്ല എന്ന് ചുങ്കം പിരിക്കുന്നവരെ വെറുത്തിരുന്ന ആളുകൾ മനസ്സിലാക്കുമ്പോൾ അവരെ അവഗണിക്കാൻ പാടില്ല. അവരെ കുറവുകളുള്ളവരാകാം, ലാഭത്തിനു വേണ്ടി ചൂഷണം ചെയ്ത് ചുങ്കം പിരിക്കുന്ന ആളുകളാകാം. അവരോട് ചേർത്ത് അവതരിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയെ യേശു തമ്പുരാൻ വിളിക്കുകയും അപ്പോസ്തലന്മാരുടെ പട്ടികയിൽ മത്തായിയെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത് ചുങ്കക്കാരൻ മത്തായി എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ഉത്തമ ശിഷ്യൻ എന്നുള്ള നിലയിൽ മത്തായി തൻ്റെ പഴയ പണിയെല്ലാം ഉപേക്ഷിച്ച് തൻ്റെ ലാഭവും നേട്ടവും എല്ലാം വിട്ടുപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുവാനായി വരുന്നു. തികച്ചും അപ്രതീക്ഷിതമായ ഒരു വിളി. എന്തർഹതയാണ് ഈ മനുഷ്യന് ഉള്ളത് എന്ന് മറ്റുള്ളവർ ചിന്തിച്ചേക്കാം. ചുങ്കക്കാരനോട് തന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ ഏതർത്ഥത്തിലാണ് യേശു പറയുന്നത്? ചുങ്കക്കാരനിലെ ദൈവകൃപ കണ്ടെത്തുവാൻ യേശുവിന് കഴിയുന്നു എന്നുള്ളതാണ്. ഒരു മനുഷ്യനിൽ എന്തുമാത്രം നന്മയുണ്ട് എന്ന് കണ്ടെത്തുവാൻ കഴിവുള്ളവനാണ് ദൈവം. അവൻ എന്തുമാത്രം കുറവുകളുണ്ടെന്നുള്ളതല്ല, കുറവുകൾ പരിഹരിക്കുവാൻ എന്തുമാത്രം നിറവ് അവനിലുണ്ട് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം അവിടെ കാണുന്നത്. അർഹത ഒന്നുമില്ലാത്ത തന്നെ വിളിക്കുന്നത് വഴി സ്നേഹം മാത്രമേ അതിന് കാരണമായിട്ടുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ സ്നേഹം കുറവുകളുള്ള മത്തായിയിൽ, അല്ലെങ്കിൽ സമൂഹം മാറ്റി നിർത്തിയിരിക്കുന്ന മത്തായിയിൽ എത്തുവാൻ കാരണം ദൈവം പ്രത്യേകമായി അവനെ വിളിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടാണ്. അതിനേറെ താല്പര്യമെടുക്കുന്നത് ദൈവം തന്നെയാണ്. എല്ലാ ദൈവവിളിയുടെയും മാനദണ്ഡം അതുതന്നെയാണ്. അസീസിയിലെ പുണ്യവാനായ ഫ്രാൻസിസ് പറഞ്ഞു, എന്നേക്കാൾ മോശമായ ഒരുത്തനെ കണ്ടെത്തുവാൻ കഴിയാത്തത് കൊണ്ടാണ് എന്നെ വിളിച്ചത്. ആ ഫ്രാൻസിസിലുള്ള നന്മ
ഉണ്ടാകുവാൻ പോകുന്ന നന്മ എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം അവിടെ കാണുന്നത്. അതാണ് വ്യക്തികളെയെല്ലാം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നേക്കാൾ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയെ കണ്ടെത്താൻ കഴിയാഞ്ഞിട്ടല്ല, എന്നേക്കാൾ മോശമായ ഒരുത്തിനെ കണ്ടെത്തുവാൻ കഴിയാത്തത് കൊണ്ടും എന്നിൽ ദൈവം തമ്പുരാൻ അർപ്പിച്ചിരിക്കുന്ന ആ പ്രത്യാശ എന്തുമാത്രമുണ്ട് എന്ന് എൻ്റെ കുറവുകൾക്ക് അതീതമായി മനസ്സിലാക്കിക്കൊണ്ട് നിറവുള്ളവനെ അനുഗമിക്കുവാനുള്ള ഒരു വിളിയാണ്. ആ വിളിയുടെ അർത്ഥം മനസ്സിലാക്കി ആരോടും ആലോചിക്കാതെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടു കൂടി മത്തായി യേശുവിൻ്റെ ക്ഷണം സ്വീകരിക്കുന്നു. വിശ്വാസത്തിലുള്ള അനുസരണം ഒരു ഉത്തമ ശിഷ്യൻ്റെ കടമയാണ്. ഇതാണ് നാം മത്തായിയിൽ കാണുന്ന ഉത്തമമായ ഒരു വിശ്വാസം. വിളിച്ചവനിലുള്ള വിശ്വാസം പരിപൂർണമായി അർപ്പിച്ചുകൊണ്ട് ആ വിളിക്ക് പ്രത്യുത്തരം നൽകുകയാണ്, അനുധാവനം ചെയ്യുകയാണ് മത്തായി. എന്നെ അനുഗമിക്കുക എന്ന് കർത്താവ് പറയുമ്പോൾ മത്തായി എല്ലാം ഉപേക്ഷിച്ച് പിന്തുടരുന്നു. അതിൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കുവാനാണ് മത്തായി ഒരു വിരുന്ന് തയ്യാറാക്കി യേശുവിനെയും മറ്റ് ശിഷ്യന്മാരെയും ക്ഷണിക്കുന്നത് എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 29-ാം വാക്യത്തിൽ നാം കാണുന്നു. മത്തായി ഒരു വിരുന്നൊരുക്കി യേശുവിനെയും ശിഷ്യന്മാരെയും ഒക്കെ അവിടെ ക്ഷണിക്കുന്നു. തനിക്ക് ലഭിച്ചതായ ആ സന്തോഷത്തിന്, തന്നോട് കാണിച്ച കാരുണ്യത്തിന്, ഔദാര്യത്തിന്, സ്നേഹത്തിന് നന്ദിയായിട്ടാണ് മത്തായി ഒരു വിരുന്നൊരുക്കി യേശുവിനെയും ശിഷ്യന്മാരെയും ഒക്കെ അവിടേക്ക് ക്ഷണിക്കുന്നത്. മത്തായിയുടെ വിവരണത്തിൽ യേശു ഫരിസേയർക്ക് നൽകുന്ന മറുപടിയാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഫരിസേയർ ചുങ്കക്കാരുടെ വീട്ടിൽ പ്രവേശിച്ച് തങ്ങളെ തന്നെ അശുദ്ധരാക്കാറില്ല. പാപികളുടെ വീട്ടിൽ പോയാൽ ഫരിസേയർ പാപികളായി തീരും, അല്ലെങ്കിൽ അങ്ങനെ വിളിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് അങ്ങനെ പോകാറില്ല. അതുകൊണ്ടാണ് യേശു എന്ന യഹൂദനായ ആ വ്യക്തി ചുങ്കക്കാരൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നതിലുള്ള പ്രതിഷേധം ഫരിസേയർ അവിടെ അറിയിക്കുന്നത്. യഹൂദ പാരമ്പര്യത്തിലുള്ള യേശു പാപിയായ ചുങ്കക്കാരനായ ഒരുവൻ്റെ ഭവനത്തിൽ, സമൂഹത്തിൽ സ്ഥാനമില്ലാത്ത ഒരുവൻ്റെ ഭവനത്തിൽ കടന്നു ചെല്ലുന്നു എന്ന് പറയുന്നത് അവർക്ക് അംഗീകരിക്കാനാകുന്നില്ല. അവരതിനെ ചോദ്യം ചെയ്യുകയാണ്. ഫരിസേയർ പാപികളെയും ചുങ്കക്കാരെയും തങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് അകറ്റി നിർത്തുമ്പോൾ അവരും രക്ഷപ്പെടേണ്ടവരാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനാണ് യേശു തമ്പുരാൻ ആ വിരുന്നിൽ പങ്കെടുക്കുന്നത്. ഒരുവരെയും അവഗണിക്കുവാൻ പാടില്ല. ഈ ചെറിയവരിൽ ഒരുവനെ നിന്ദിക്കാൻ പാടില്ല. അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥത അപേക്ഷിക്കുന്ന മാലാഖമാരുണ്ട് എന്നുള്ള ബോധ്യം കൂടി നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് യേശു ആ മത്തായിയുടെ ഭവനത്തിൽ, ചുങ്കക്കാരൻ മത്തായിയുടെ ഭവനത്തിൽ എത്തി ആ വിരുന്നിൽ പങ്കെടുക്കുന്നത്. യേശു പാപികളെ തേടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത്. അവർക്കാണ് യേശുവാകുന്ന വൈദ്യനെ കൊണ്ട് ആവശ്യം. രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, ആരോഗ്യമുള്ളവർക്കല്ല. രോഗിയായി, മറ്റുള്ളവരുടെ മുമ്പിൽ സ്ഥാനമില്ലാത്തവനായി, അവഗണിക്കപ്പെട്ടവനായി മാറ്റി നിർത്തിയ, പാപികളോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവനെന്നുള്ള നിലയിൽ മാറ്റി നിർത്തിയ ചുങ്കക്കാരൻ മത്തായിയുടെ ഭവനത്തിൽ കർത്താവ് ആ ഊട്ടുമേശയിൽ സൗഹൃദം പങ്കിടുന്നത് ഒരിക്കലും അംഗീകരിക്കുവാൻ ഫരിസേയർക്ക് കഴിയുന്നില്ല. യേശു തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരുവാൻ പരിശ്രമിക്കുകയായിരുന്നു ഈ വലിയ ഒരു
ഉദ്യമത്തിൽ ഏർപ്പെട്ടുകൊണ്ട് തൻ്റെ ശിഷ്യന്മാർ എപ്രകാരമാണ് വിജാതീയരും മറ്റുള്ളവരുമായി കാണപ്പെടേണ്ടത് എന്നതിന് യേശു മാതൃക കാണിച്ചു കൊടുക്കുകയാണ്. ആരെയും അവഗണിക്കാതെ പരിഗണിച്ചുകൊണ്ട് വിജാതീയരോട് ഐക്യപ്പെട്ടുകൊണ്ട് അവരും രക്ഷപ്പെടേണ്ട ആളുകളാണ് എന്ന ബോധ്യത്തിൽ യേശു തമ്പുരാൻ പ്രവർത്തിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് പാപികളെ വിളിക്കുവാനാണ്, പാപികളെ അനുതാപത്തിലേക്ക് ക്ഷണിക്കുവാൻ. മനുഷ്യനെന്നുള്ള നിലയിൽ മാനുഷികമായ ബലഹീനതകൾ, കുറവുകൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ അത് തെറ്റാണെന്നുള്ള ബോധ്യത്തിൽ അവനെ കൊണ്ടുവരുവാൻ, അനുതാപത്തിലൂടെ അനുരഞ്ജനം പ്രാപിക്കുവാൻ അവനെ സഹായിക്കുക എന്നുള്ളതാണ് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അവിടുന്ന് അതിനുവേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത്. കപടഭക്തരെ, ഫരീസേരെ, നിങ്ങൾക്ക് മുമ്പേ സ്വർഗത്തിലെത്തും ചുങ്കക്കാരും വേശ്യകളും എന്നവിടുന്ന് അവരോട് പറയുകയുണ്ടായി. ഭക്തിയുടെ കാപട്യം അടിച്ചുകൊണ്ട് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന മനോഭാവം, പശുവിന് പുല്ല് നിഷേധിക്കുന്ന സ്വഭാവം ഒക്കെ നിയമത്തിൻ്റെ പേരിൽ വെച്ചു പുലർത്തുന്ന, സാബതത്തിൻ്റെ പേരിൽ വെച്ചു പുലർത്തുന്ന ഫരിസേയരെ കപടനാട്യക്കാരെ എന്ന് വിളിക്കുവാൻ യേശു ഒരു മടിയും കാണിക്കുന്നില്ല. നീതിമാന്മാരെ അവഗണിച്ചുകൊണ്ടല്ല പാപികളെ അവിടുന്ന് വിളിക്കുന്നത്. പാപികൾക്ക് ദൈവകൃപ കൂടുതൽ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി അവരെ അനുതാപത്തിലൂടെ അനുരഞ്ജനപ്പെടുത്തി ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുക എന്നുള്ള ഒരു കടമയാണ് തനിക്കുള്ളത് എന്ന ബോധ്യത്തിലാണ് യേശു ഇപ്രകാരം പ്രവർത്തിക്കുന്നത്. ഹോസേയ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 13-ാം വാക്യത്തിൽ, എഫ്രായീമിൻ്റെ സന്തതികളെ ശത്രുക്കൾക്ക് ഇരയാക്കാൻ ഒഴിഞ്ഞു വച്ചിരിക്കുന്നു. അപ്പോൾ ശത്രുക്കൾക്ക് ഇരയാക്കുവാൻ ഒഴിഞ്ഞു വച്ചിരിക്കുകയാണ് ഇസ്രായേൽ മക്കളെ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ യേശു തമ്പുരാൻ പറയുന്നത്, എനിക്ക് വേണ്ടത് ബലിയല്ല, കരുണയാണ്. അവിടുന്ന് ഈ ലോകത്തിലേക്ക് വന്നത് ഈ കാരുണ്യം പകർന്നു കൊടുക്കുവാനാണ്. അവിടുന്ന് സ്ഥാപിച്ച ദിവ്യ കാരുണ്യം അനേകർക്ക് സോഴ്സ് ആൻഡ് സബ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉറവിടവും ഉച്ചകോടിയും ഈ കാരുണ്യമാണ്. അതാണ് ദിവ്യകാരുണ്യം എന്ന് അവിടുന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ നിശ്ചയമായും ഫരിസേയരെ കഠിനമായി വിമർശിച്ചുകൊണ്ടാണ് ഈശോ ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നത്. നിയമത്തിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള അനുഷ്ഠാനമല്ല, കാരുണ്യമാണ് വലുത് എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്ത മതമല്ല, വിശ്വാസമല്ല. വേദനിച്ച് കഴിയുന്ന ആളുകൾ, പ്രയാസത്തിൽ കഴിയുന്ന ആളുകളെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യമരളിക്കൊണ്ട് ജീവിക്കാത്ത ഒരു മതതത്വവും അംഗീകരിക്കുവാനാവില്ല. വിശ്വാസമുണ്ട് എന്ന് പറയുന്നവർക്ക് എന്ത് വിശ്വാസമാണ് അവിടെ ഉള്ളത്? സ്വയം അംഗീകരിക്കുവാനും മറ്റുള്ളവരെ അംഗീകരിക്കുവാനും ദൈവത്തെ അംഗീകരിക്കുവാനും കഴിയുന്നില്ല എങ്കിൽ, സ്വയം സമർപ്പിക്കുവാൻ മറ്റുള്ളവരെ സമർപ്പിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ എന്ത് വിശ്വാസമാണുള്ളത്? ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണ് യേശു സംസാരിക്കുന്നത്, പാപികളെ സ്നേഹിക്കുന്ന ദൈവം. പ്രിയ സഹോദരങ്ങളെ, മത്തായി ശ്ലീഹായുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് കടന്നു നോക്കുമ്പോൾ, ഒന്നാമത്തെ സുവിശേഷത്തിൻ്റെ കർത്താവാണ് അദ്ദേഹം. ഹൽപ്പയുടെ പുത്രൻ ലേവി എന്ന് അറിയപ്പെട്ടിരുന്നു. മത്തായി എന്ന പേരിൻ്റെ അർത്ഥം ദൈവദാനം എന്നാണ്.
മത്തായിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു, താൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള ആഴമായ അവബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് വിളിച്ചപ്പോൾ ആ അവബോധത്തിൽ നിന്ന് അദ്ദേഹം എഴുന്നേറ്റ് അനുഗമിക്കുവാൻ തയ്യാറായി മുൻപോട്ട് വരുന്നത്. പാപിയും ചുങ്കക്കാരനുമായിരുന്ന തനിക്ക് ലഭിച്ച പ്രത്യേകമായ തിരഞ്ഞെടുപ്പും ശ്ലൈഹിക സ്ഥാനവും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കി മത്തായി യേശുവിനെ അനുഗമിക്കുകയാണ്. പാപികളെ തേടിയാണ് വന്നിരിക്കുന്നതെന്ന് മത്തായിയെ വിളിക്കുന്നതിലൂടെ വളരെ വ്യക്തമാക്കുകയാണ് ഈശോ. ഈശോയ്ക്കും മറ്റ് ശിഷ്യന്മാർക്കും തൻ്റെ വിളിയോട് അനുബന്ധിച്ച് മത്തായി ഒരുക്കുന്ന ആ വിരുന്ന് തന്നെ അതിനൊരു പ്രത്യേക അടയാളമാണ്. പാപികളോടുള്ള കൂട്ടായ്മയും സഹവാസവുമാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഉത്ഥാനത്തിന് ശേഷം പെന്തക്കോസ്തി അനുഭവം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കുവാൻ നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, അത്യുന്നതൻ്റെ ശക്തി പ്രാപിക്കുന്നവരെ എന്ന് യേശു തമ്പുരാൻ അരുളിച്ചെയ്തു. ശിഷ്യന്മാരോടൊപ്പം പരിശുദ്ധ അമ്മയോടൊപ്പം മത്തായി ശ്ലീഹായും ഈ പരിശുദ്ധാത്മ നിറവനായി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായി നമുക്ക് കാണാൻ സാധിക്കുന്നു. മത്തായിയുടെ സുവിശേഷം പലസ്തീനായിലെ യഹൂദ ക്രൈസ്തവർക്കായി എഴുതപ്പെട്ടിട്ടുള്ളതാണ്. പലസ്തീനായിലെ യഹൂദ ക്രൈസ്തവർക്ക് യേശുക്രിസ്തുവിൻ്റെ ഈ ദൗത്യം ഓരോരുത്തരെയും അവിടുന്ന് എത്ര ഔദാര്യത്തോടുകൂടി സ്നേഹിക്കുന്നു, അവരുടെ കുറവുകൾക്ക് അതീതമായി എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ, രക്ഷ എല്ലാവർക്കും ഉള്ളതാണ് എന്നുള്ള ബോധ്യം കൊടുക്കുവാൻ മത്തായിയുടെ സുവിശേഷം സഹായമാണ്. യഹൂദരുടെ രക്ഷക സങ്കല്പത്തിൻ്റെ, മിശിഹാ സങ്കല്പത്തിൻ്റെ പൂർത്തീകരണമാണ് ക്രിസ്തു. പുതിയ മോശയാണ് ക്രിസ്തു. സ്വർഗരാജ്യമാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ ഒരു പ്രമേയം. ഈശോയുടെ ജീവിതവും വാക്കുകളും പ്രവർത്തികളും അത്ഭുതങ്ങളും എല്ലാറ്റിനും ഉപരി പെസഹ രഹസ്യങ്ങളും സ്വർഗരാജ്യത്തിൻ്റെ പ്രകാശനങ്ങളായിരുന്നു. സഹചര്യമായി പങ്കുവയ്ക്കേണ്ടതാണ് നമുക്കുള്ളതെല്ലാമെന്ന് മത്തായി ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ രക്ഷാകരമായ സ്നേഹത്തിന് അതിർവരമ്പുകളില്ലാതെ അത് വിജാതീയരെയും പാപികളെയും സർവരെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ് മത്തായി ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കർത്താവിൻ്റെ ജീവിതത്തിൽ സൂക്ഷ്മമായ ജീവചരിത്ര സംഭവങ്ങൾ ലളിതമായും കൃത്യമായും ശ്ലീഹ വിവരിക്കുന്നുണ്ട്. അറമായ ഭാഷയിൽ യേശുവിൻ്റെ കാലത്തെ സംസാര ഭാഷ അതായിരുന്നു. അങ്ങനെയാണ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത്. യഹൂദ മിശിഹാ ദർശനവും അതിൻ്റെ സാക്ഷാത്കാരവും യേശുക്രിസ്തുവിലാണെന്ന് അത് വ്യക്തമാക്കുന്നു. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും, കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്നുള്ള യേശയ്യാ പ്രവാചകൻ്റെ പ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യം ഈ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ അത് എടുത്തു കാണിക്കുന്നു. എവിടെയാണ് യേശു ജനിക്കുവാൻ പോകുന്നത്? യൂദയായുടെ ബേത്ലഹേമിലാണ് എന്ന് മീഖാ പ്രവാചകൻ അരുളി ചെയ്ത ആ വചനവും ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ഈജിപ്തിലേക്കുള്ള പലായനം അതും ഇതിൻ്റെ പ്രത്യേകമായ ഒരു വശമായിട്ട് മത്തായി ശ്ലീഹ എടുത്തു പറയുന്നുണ്ട്. കല്ലെറിയപ്പെട്ട് രക്തസാക്ഷിയായി മരിച്ച അദ്ദേഹം നികുതി പിരിവുകാരുടെയും ബാങ്ക് ജീവനക്കാരുടെയും സ്വർഗീയ മധ്യസ്ഥനെന്ന് വിളിക്കപ്പെടുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് ദാനമായ നാം, ദൈവത്തിൽ നിന്നും ദാനമായി ലഭിച്ചിട്ടുള്ള വിളി അതേതൊരു ജീവിതാന്തസ്സായിക്കൊള്ളട്ടെ, അതിൽ പരിപൂർണമായി ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമായ ഒരു ജീവിതമാക്കുവാൻ നമ്മയൊക്കെ ആയിരിക്കേണ്ട സ്ഥിതിയിൽ കാണുന്ന ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.